ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അശ്വതീസ് ഹെൽത്തി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ആദ്യമാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ അടിയിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കോണും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് ഞാൻ ഏത്തപ്പഴം എങ്ങനെയാണ് വരട്ടിയെടുക്കാമെന്ന് കാണിക്കാം. ആദ്യമായിട്ട് ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു സ്റ്റീൽ പാത്രം ഇറക്കി വെച്ചിട്ട് നമ്മൾ 2 പഴത്തിന്റെ തൊലി കളഞ്ഞിട്ട് അതിലേക്ക് ഇടുകയാണ്, കഷ്ണങ്ങളാക്കിയിട്ട്. അപ്പോൾ അതിനടിയിൽ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിക്കണം, 1 കപ്പ് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഈ ഏത്തപ്പഴം തൊലി കളഞ്ഞിട്ട് അതിലിട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം. അത് അടച്ച് ഒരു 5 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യണം. അതിന് നന്നായി വെന്ത് കിട്ടണം. നന്നായി വെന്തുണ്ട്. നമ്മൾ വിസിൽ എൻ്റെ എയറൊക്കെ പോയപ്പോൾ തുറന്ന് പുറത്തേക്ക് എടുത്തതാണിത്. എന്നിട്ട് ഇനി അത് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കർ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 3 സ്പൂൺ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിക്കാം. ഞാൻ ഒലീവ് ഓയിലോ ഒഴിച്ചിരിക്കുന്നത്. അതിൽ ഈ പഴം ഇങ്ങനെ നടുവ് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ കറുത്ത നാരെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഈ പഴത്തിൻ്റെ എല്ലാ കഷ്ണങ്ങളും ആ എണ്ണയിലേക്ക് ഇടുക. ഇനി അത് നന്നായി വരട്ടിയെടുക്കണം. അതിലേക്ക് 2-3 സ്പൂൺ ശർക്കര നല്ലോണം പൊടിയാക്കി ഇത് ഇടുക. പിന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. എണ്ണ വേണമെങ്കിൽ 1 സ്പൂണും കൂടെ ഒഴിക്കാം. അപ്പോൾ അതിലത്തെ വെള്ളം നല്ലോണം വറ്റി അത് നല്ല ഡ്രൈ ആവുന്നവരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് പഴം വരട്ടിയെടുക്കുക. ഏത്തപ്പഴം നന്നായി വരട്ടിയെടുത്തിട്ടുണ്ട്. അതിൽ മധുരമൊക്കെ പാകമാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ വരട്ടി ഏത്തപ്പഴം കൊണ്ട് നമുക്ക് പിന്നെ പായസം വേണമെങ്കിൽ ഉണ്ടാക്കാം, അരിപ്പൊടി ചേർത്തിട്ട് അട ഉണ്ടാക്കാം. ഈ പഴം വരട്ടിയതുകൊണ്ടുള്ള അടയും പായസവും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എൻ്റെ മുകളിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈസിയാണ്, ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഓൾ.